ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നാളത്തെ എക്സാമിന് റെഡി മണിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. 12th ഫിസിക്സിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വിക്ക് റിവിഷൻ നമ്മൾ ചെയ്തിരുന്നു. ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫ്സും ഫേസ് ഡിഫറൻസ് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്കൊരു ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അഥവാ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ എക്സാമിന് അഥവാ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാനായിട്ട് മുന്നേ നിങ്ങൾ നീറ്റിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 day ഓഫർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 1 year ഓർ എബോവിനുള്ള പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ 6 months ഫ്രീ സബ്സ്ക്രിപ്ഷൻ കൂടെ കിട്ടുന്നതാണ്. അതുകൂടാതെ അക്കാഡമി ഒരു നീറ്റ് UG ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് എക്സാം കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൺ December 12th 2 PM onwards. You can enroll for free by using my invite code JESNOF JESNOF. ഈ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് 5 റാങ്കേഴ്സിന് MacBook Air is going to be the reward. Rank 6 to 10 ആണെങ്കിൽ iPhone 12, rank 11 to 15 ആണെങ്കിൽ iPad, rank 16 to 25 ആണെങ്കിൽ Amazon Echo, rank 250 വരെയുള്ളവർക്ക് Amazon gift vouchers ഉണ്ട്. ഇത് നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ലക്കി ആണെങ്കിൽ 200 ലക്കി വിന്നേഴ്സിനും Amazon gift vouchers കിട്ടാൻ പോകുന്നുണ്ട്. അത് കൂടാതെ സ്കോളർഷിപ്പും കൂടെ ഉണ്ട്. അതായത് 10 റാങ്കേഴ്സിന് 100% സ്കോളർഷിപ്പ് ആണ് അക്കാഡമി ഓഫർ ചെയ്യുന്നത്. അപ് ടു 50 റാങ്കേഴ്സിന് 50% ഓഫ് സ്കോളർഷിപ്പ് ആൻഡ് 51 to 2000 ആണെങ്കിൽ 15% ഓഫ് സ്കോളർഷിപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അക്കാഡമിയുടെ ഈ ഒരു ഓഫറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഇതാണ്. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഇൻ സീരീസ് LCR സർക്യൂട്ട് ആർ 20 volt 50 volt ആൻഡ് 50 volt റെസ്പെക്റ്റീവ്ലി. പീക്ക് വാല്യൂ ഓഫ് ദ അപ്ലൈഡ് സോഴ്സ് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല VRMS ഈക്വൽ ടു √VR² പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പീക്ക് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം RMS വാല്യൂ കണ്ടുപിടിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു √VR. ഇവിടെ നമ്മളോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്ററിലൂടെ ഉള്ളത് 20 ആണ്. അപ്പൊ VR എന്ന് പറയുന്നത് 20 സ്ക്വയർ പ്ലസ് VL is 50, VC is also 50. So 50 minus 50 എന്ന് വെച്ചാൽ 0 ആണ് അല്ലെ, സ്ക്വയർ. അപ്പൊ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോയി. √20 സ്ക്വയർ എന്ന് വെച്ചാൽ 20 ആണ്. വിച്ച് ഇസ് വാട്ട് VRMS. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് V0 പീക്ക് വാല്യൂ ആണ്. പീക്ക് വാല്യൂ എന്ന് വെച്ചാൽ VRMS is V0 by √2. അപ്പൊ V0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VRMS into √2 which is equal to 20 √2. 20 into √2 which is 20 √2. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, 20 √2. അടുത്ത ചോദ്യം. In the circuit given below, reading of the voltmeter V will be what എന്നുള്ളതാണ് ചോദ്യം. ഇതും നമ്മുടെ ഈ VRMS equal to √VR² പ്ലസ് VL മൈനസ് VC the whole square വെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ VRMS നമുക്ക് തന്നിട്ടുണ്ട് 300 എന്നുള്ളത്, which is equal to √വോൾട്ട്മീറ്റർ റീഡിംഗ് എന്ന് വെച്ചാൽ VR ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. So let me write it as VR² പ്ലസ് VL എത്രയാണ്? ഇൻഡക്ടറിന്റെ ക്രോസ് 150 മൈനസ് VC എത്രയാണ്? ദാറ്റ് ഈസ് ഓൾസോ 150 the whole square. 150 minus 150 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പൊ VR² റൂട്ട് എന്ന് വെച്ചാൽ VR. So 300 is equal to VR എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ വോൾട്ട്മീറ്റർ റീഡിംഗ് will be 300 volt which is option D. തേർഡ് ക്വസ്റ്റൻ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V and the current I flowing through an instrument in an AC circuit of frequency F are given by V is equal to 5 cos omega t volt and I is equal to 2 sin omega t amperes. Power dissipated, P in the formula average power is ERMS into IRMS into cos phi എന്നുള്ളതാണ്. ഇനി E0 I0 ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല E0 I0 divided by 2 into cos phi. ഈ രണ്ട് ഫോർമുലയാണ് പവറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ E0 എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട്. into I0 എന്ന് പറയുന്നത് 2 ആണെന്ന് മനസ്സിലായി. divided by 2 into cos. ഫേസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ഫേസ് ആംഗിൾ ഓഫ് EMF ആൻഡ് കറന്റ്. ഇവിടെ EMF നമുക്ക് കോസിന്റെ ടേംസിലും കറന്റ് നമുക്ക് സൈന്റെ ടേംസിലുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫേസ് ഡിഫറൻസ് 0 ആണെന്ന് തോന്നും. പക്ഷേ എപ്പോഴും ഒരേ
ആംഗിളിന്റെ, അതായത് ഒരേ റേഷ്യോന്റെ ആംഗിൾ ആയിട്ട് എടുക്കണം. അതായത് സൈനിന്റെ ആംഗിൾ ആയിട്ട്. കോസ് ഒമേഗ എന്ന് പറയുന്നത് സൈൻ π/2 പ്ലസ് ഒമേഗയാണ് അല്ലെ. അപ്പൊ അവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് π/2 ആണ്. കോസ് π/2 എന്ന് വെച്ചാൽ 90, കോസ് 90 ഇസ് 0. അപ്പൊ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോവും. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ എ 0 എന്നാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. A current I is given by I0 sin omega t minus π/2 flows in an AC circuit across which an AC potential of E equal to E0 sin omega t has been applied. Then power consumption. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല എന്താണ്? E0 I0 divided by 2 cos phi. E0 തന്നിട്ടുണ്ട്, I0 ഉണ്ട്, cos phi ഫേസ് ഡിഫറൻസ് എത്രയാണ്? π/2. cos π/2 90, 0 തന്നെയാണ്. അപ്പൊ ഇവിടെയും ഉത്തരം 0 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തില് ഞാൻ കോസും സൈനും വരുന്നുണ്ടെങ്കിൽ ഫേസ് ഡിഫറൻസ് 90 ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ സൈനിന്റെ മാത്രമാണെങ്കിൽ അവിടെ ഒമേഗ ടി കഴിഞ്ഞിട്ട് വേറെ എന്താണോ വരുന്നത് അതാണ് ഫേസ് ഡിഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിലും നമുക്ക് ആൻസർ 0 എന്നാണ് വന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ എൻ LCR സർക്യൂട്ട് ഹാവിംഗ് L equal to 8 Henry, C equal to 0.5 μF and R equal to 100 ohm in series. റെസൊണൻസ് ഫ്രീക്വൻസി ഒമേഗ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻ റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1/√LC which is equal to 1/√of L എത്രയാണ്? 8 into 0.5 മൈക്രോ എന്നുള്ളതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ -6 വന്നു, which is equal to 1/8 into 0.5 എന്ന് വെച്ചാൽ 2 ആണ്. സോറി, 8 into 0.5 is 4. അതിന് റൂട്ടിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. 10⁻⁻6ന്റെ റൂട്ട് എടുക്കുമ്പോൾ 10⁻3, അത് മുകളിലോട്ട് പോകുമ്പോൾ 10⁻3 എന്നാവും. 10⁻3 is nothing but 1000, right? So 1000 upon 2 is 500 റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോ ഓപ്ഷൻ സി ആണ് ചൂസ് ചെയ്യേണ്ടത്. ചോദ്യത്തിൽ തന്നെ ഉണ്ട് റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് ആദ്യമേ റൂൾ ഔട്ട് ചെയ്യാം. ഹേർട്സിലല്ല ആൻസർ വരേണ്ടത്, റേഡിയൻ പെർ സെക്കൻഡിലാണ്. അടുത്ത ചോദ്യം എന്താണ്? LCR represent physical quantities, inductance, capacitance and resistance respectively. The combination representing dimensions of frequency. F എന്ന് പറയുന്നത് 1/2π√LC ആണ്. ഇതിനകത്ത് നമുക്കറിയാം 1, 2π ഇതിനൊന്നും തന്നെ ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് √LC. 1/√LC ആണ്. അതായത് 1/LC raised to റൂട്ട് എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പൊ ഈ 1/2 മുകളിലോട്ട് വരുമ്പോ LC raised to -1/2 എന്ന് വരും. നമ്മുടെ ഉത്തരത്തിൽ അതുണ്ടോ നോക്കാം. ഓപ്ഷൻ ബി ആണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി വിൽ ബി LC raised to -1/2. അടുത്ത ചോദ്യം. ഇൻ എ സീരീസ് LCR സർക്യൂട്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു 10 ohm ആൻഡ് ഇംപിഡൻസ് ഈക്വൽ ടു 20 ohm. ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പവർ ഫാക്ടറിന്റെ ഫോർമുല R/Z എന്നുള്ളതുണ്ട് അല്ലെ. ഇതില് 5 കണ്ടുപിടിച്ചാൽ അതാണ് ഫേസ് ഡിഫറൻസ്, റൈറ്റ്? R എത്ര തന്നിരിക്കുന്നത്? 10. Z is equal to 20. 10/20 വെച്ചാൽ 1/2 ആണ്. സോ 5 will be equal to cos inverse 1/2. കോസിന്റെ ഏത് ആംഗിളിലാണ് 1/2 വരുന്നത്? cos 60 ആണ് അല്ലെ. ഓപ്ഷൻ സി എന്നാണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം നോക്കാം. ഇൻ എൻ AC സർക്യൂട്ട് റിയാക്ടൻസ് ഓഫ് ദ കോയിൽ ഇസ് √3 times its resistance. അപ്പൊ റിയാക്ടൻസ് ഞാൻ X എന്ന് എഴുതുന്നു. ഇറ്റ് കുഡ് ബി XL - XC or XL or XC, whatever it is, which is equal to √3 times R. ഓക്കെ, ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് cos phi കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ Z കണ്ടുപിടിക്കണം, which is equal to √R² plus റിയാക്ടൻസ് സ്ക്വയർ. XL - XC എന്ന് എടുക്കാം, അല്ലെങ്കിൽ XL മാത്രം എടുക്കാം, എന്താണെങ്കിലും റിയാക്ടൻസ് സ്ക്വയർ, which is equal to √R² plus ഇതാണ് X. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ √3ന്റെ സ്ക്വയർ 3, അപ്പൊ ഇവിടെ 3R² എന്ന് വരും, which is equal to 3R², which will be equal to √4R². അതിനെ നമുക്ക് 2R എന്ന് എഴുതാം. അപ്പൊ Z equal to 2R എന്ന് കിട്ടി. cos phi എന്താണ്? cos phi is equal to R/Z, which is equal to R divided by 2R. അപ്പൊ ഇവിടെയും R കട്ടായി പോയി. 5 cos phi ആണ് 1/2. അപ്പൊ 5 equal to 60 degrees ആണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഡിഗ്രീസിലല്ല തന്നിരിക്കുന്നത്, റേഡിയനിലാണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് റേഡിയൻസ് ആണ്? π/3 റേഡിയൻസ്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഇൻ എൻ LCR സർക്യൂട്ട് the potential difference between the terminals of inductance is 60 volt. ഓക്കെ, അപ്പൊ VL തന്നിട്ടുണ്ട് 60 എന്ന്. കപ്പാസിറ്റർ VC ആണ് തന്നിരിക്കുന്നത് 30 തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 40. അതായത് VR is given as 40. ചോദിച്ചിരിക്കുന്നത് സപ്ലൈ വോൾട്ടേജ് VRMS എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഫോർമുല √VR² plus
VL minus VC the whole square, which is equal to root of VR ന്റെ square എത്ര 40 square, which is 1600, plus VL is 60, VC is 30. അപ്പോൾ VL minus VC എന്ന് വെച്ചാൽ 60 minus 30 is 30. 30 ന്റെ square എന്ന് പറയുന്നത് 900 ആണ്, which is equal to root of 2500. Root of 2500 എത്രയാ 50 volt. Option A ആണ് നമ്മുടെ ഉത്തരം വന്നത്. അടുത്ത ചോദ്യം എന്താണ്? In the circuit shown in the figure, neglecting the source resistance, voltmeter and ammeter reading will respectively be what? Voltmeter read ചെയ്യുന്നത് effective potential difference across XL and XC ആണ്, which is VL minus VC. ഇവിടെ XL is equal to XC ആണ് വന്നിരിക്കുന്നത്, which means what? VL is going to be equal to VC. So VL minus VC will be 0. Voltmeter reading നമുക്ക് 0 എന്ന് കിട്ടി. അപ്പൊ തന്നെ ഞാൻ ഓപ്ഷൻ ബിയും സിയും റൂൾ ഔട്ട് ചെയ്തു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറന്റ് ആണ്. I is equal to V by Z. When XL is equal to XC, Z will be equal to R. അല്ലെ, ഇംപിഡൻസ് വിൽ ബി ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓൺലി. XL is equal to XC വരുമ്പോ ഇത് റെസൊണൻസ് കണ്ടീഷൻ ആണ്, റൈറ്റ്? അപ്പൊ I is equal to V എത്രയാണ് 240 ഡിവൈഡഡ് ബൈ Z എന്ന് വെച്ചാൽ R തന്നെയാണ്, which is 30. 240 by 30 എന്ന് വെച്ചാൽ എത്രയാ 8 ആംപിയർ. അപ്പൊ നമ്മളുടെ ഉത്തരത്തിലെത്തി ഓപ്ഷൻ ഡി 0 വോൾട്ട് ആണ് വോൾട്ട് മീറ്റർ റീഡിംഗ്. അമ്മീറ്റർ റീഡിംഗ് വിൽ ബി 8 ആംപിയർ. അടുത്ത ചോദ്യം എന്താണ്? In an electrical circuit, R, L, C and AC voltage source are connected in series. When L is removed from the circuit, the phase difference between the voltage and the current is pi by 3. If instead C is removed from the circuit, the phase difference is again pi by 3, which indicates what? XL should be equal to XC. അല്ലെ, L remove ചെയ്താലും C remove ചെയ്താലും ഒരേ effect വരണമെന്നുണ്ടെങ്കിൽ XL is equal to XC, which means it is resonance. Resonance power factor value is 1. അപ്പോൾ correct answer is option C. അടുത്ത ചോദ്യം, instantaneous values of alternating current and voltage in a circuit are I is equal to 1 by root 2 sin 100 pi t ampere and E is equal to this much. Average power P എന്ന് പറയുന്നത് I0 divided by 2 into cos phi. ഇവിടെ E0 എന്ന് പറയുന്നത് 1 by root 2 ആണ്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. So it is 1 by root 2 into I0 എന്ന് പറയുന്നത് again 1 by root 2 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, അപ്പൊ ആ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ്? ഇൻറ്റു കോസ് ഫൈ എത്രയാണ് പൈ ബൈ 3, കോസ് പൈ ബൈ 3. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 is 2, 2 into 2 is 4 into cos പൈ ബൈ 3 എന്ന് വെച്ചാൽ കോസ് 60 ആണ്, വിച്ച് ഇസ് അഗെയിൻ 1 by 2. 1 by 4 into 1 by 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 1 by 8. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, a coil has a resistance of 30 ohm, inductive reactance 20 ohm at 50 hertz frequency. If an AC source of 200 volt and 100 hertz is connected across a coil, current in the circuit will be what? Okay, അപ്പൊ കോയിലിന് റെസിസ്റ്റൻസ് എത്രയുണ്ടെന്ന് പറഞ്ഞ 30 ഉണ്ടെന്നാണ് പറഞ്ഞത് at 50 hertz. ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറില്ല, ബിക്കോസ് റെസിസ്റ്റൻസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ 100 ഹെഡ്സ് കൊടുത്താലും റെസിസ്റ്റൻസ് ഇസ് ഗോയിങ് ടു ബി 30 itself. വെറസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അറ്റ് 50ൽ 20 ആയിരുന്നു. XL പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്, അല്ലെ? അപ്പൊ 50 മാറി 100 ആവുമ്പോ ന്യൂ XL എന്തായിട്ട് മാറും? ഫ്രീക്വൻസി ഡബിൾ ആയി, അപ്പോ XL will also be doubled. 20ക്ക് പകരം അതെന്താവും 40 ആവും. അപ്പൊ നമുക്ക് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. root of R square plus XL square, which is equal to root of 30 the square is 900 plus 40 the square is 1600. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 ohm. ഇതാണ് Z. നമ്മുടെ ചോദ്യം Z അല്ല, എത്രയാണ്? കറന്റ് ആണ്. അതിന് വോൾട്ടേജ് തന്നിട്ടുണ്ട് 200 വോൾട്ട്. സോ കറന്റ് is equal to V upon Z. V is equal to 200 divided by Z എന്ന് പറയുന്നത് 50 ആണ്. 200 by 50 is nothing but 4 ampere. Option A. Okay. അടുത്ത ചോദ്യം എന്താ? Power dissipated in an LCR circuit connected to an AC source of EMF E. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇയും ആറും റൂട്ട് ഓഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്. പവറിന് നമ്മൾ പഠിച്ച ഫോർമുല എന്താണ്? വിച്ച് ഇസ് E RMS I RMS into cos phi. cos phi ക്ക് നമുക്ക് R by Z എന്ന് എഴുതാമല്ലോ, കാരണം ഇവിടെ cos phi എന്നൊന്നും നമ്മുടെ ഓപ്ഷനിൽ കാണുന്നില്ല. വിച്ച് ഇസ് ഈക്വൽ ടു ഈ RMS-നെ നമ്മൾ വെറുതെ E എന്ന് എഴുതിയാൽ മതി. ഓക്കെ, I RMS എന്ന് വെച്ചാൽ എന്താ? E RMS by Z ആണ്, അപ്പൊ E by Z എന്ന് എഴുതി. into R by Z അവിടെ ഉണ്ട്, അപ്പൊ അതുപോലെ എഴുതി. സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി E square R divided by Z square.
which is equal to E square R divided by Z എന്ന് വെച്ചാൽ root of R square plus XL minus XC ആയിരുന്നു. അപ്പൊ Z square എന്ന് പറയുമ്പോൾ റൂട്ട് മാറും, R square plus XL എന്ന് വെച്ചാൽ L omega minus 1 by C omega the whole square. ഇനി നമ്മുടെ ഓപ്ഷനിൽ നോക്കിയിട്ട് ഇതിനോട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. which is what? E square R divided by വന്നത് ഓപ്ഷൻ എയിലാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം ഉണ്ടോ? ഉണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് എൽ ഫോർ വിച്ച് ദ കറന്റ് ഈസ് മാക്സിമം? കറന്റ് മാക്സിമം ആകുക എന്ന് വെച്ചാൽ റെസൊണൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഒമേഗ എന്ന് പറയുന്നത്. സി ഇസ് ഗിവൺ ആസ് 10 മൈക്രോ ഫാരഡ് ആണ്, അപ്പൊ 10⁻⁻⁶. ഒമേഗ തന്നിട്ടുണ്ട് 1000 എന്നാണ്. ഓക്കെ, എൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയുന്ന ഫോർമുല ഒമേഗ ഈക്വൽ ടു 1/√LC. റെസൊണൻസ് എന്ന് മനസ്സിലായത് ഇങ്ങനെ ഈ ഒരു സെന്റൻസ് എന്നാണ്. കറന്റ് ഇസ് മാക്സിമം എന്ന് വെച്ചാൽ അത് റെസൊണൻസ് കണ്ടീഷൻ ആണ്. സോ എൽ വിൽ ബി ഈക്വൽ ടു 1/C ഒമേഗ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1/C എത്രയാണ്? 10 × 10⁻⁻⁶ ഇൻറ്റു ഒമേഗ എന്ന് വെച്ചാൽ 1000 ആയിരുന്നു. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10⁻⁶ എന്ന് വന്നു. റൈറ്റ്? 10⁻⁻⁶ഉം 10⁻⁶ഉം ക്യാൻസൽ ആയി പോയി. 1/10 എന്ന് വെച്ചാൽ 0.1 ഹെൻറി. നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല, അപ്പൊ പേടിക്കരുത്. മില്ലി ഹെൻറിയിൽ നമുക്ക് 0.1 ഹെൻറിന് എങ്ങനെയാ മില്ലി ഹെൻറിയിൽ എഴുതുക? 0.1 ഹെൻറി ഇസ് ഈക്വൽ ടു 100 മില്ലി ഹെൻറി അല്ലെ? മില്ലി ഹെൻറിയിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഓപ്ഷൻ 1 ആയിട്ട് മാച്ച് ആവുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോ ഇത്രയും ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു 15 ക്വസ്റ്റ്യൻസ് ആണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക. നിങ്ങൾ ഫോർമുല ഉപയോഗിക്കുക, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രാഫ് പഠിപ്പിച്ചിരുന്നു, ആ ഗ്രാഫും കൂടെ ഒക്കെ നോക്കുക. ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഓൾ സെറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നെർവസ് ആവാതെ നല്ല മിടുക്കരായിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാം there will be some equation which is connecting. അത് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് ഉഷാറായിട്ട് നാളത്തെ എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ് വൺസ് അഗെയിൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ഓൾ ഓഫ് യു.